മ്യാൻമറിലെ മുൻ ഭരണാധികാരിയും നൊബേൽ സമ്മാന ജേതാവുമായ ഓങ് സാൻ സൂചിയെ 2 കൊല്ലമായി ജയിലിൽ കാണാനില്ല എന്ന ആരോപണത്തെ തുടർന്ന് മ്യാൻമറിൽ വിവാദമുണ്ടായി. സ്വന്തം മകൻ തന്നെ പറയുന്നു ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന്. ആരോഗ്യത്തോടെ ഉണ്ടെന്നാണ് പട്ടാള ഭരണകൂടം പറയുന്നത്. എന്നാൽ അതിനുള്ള തെളിവുകളൊന്നും അവർ ഹാജരാക്കുന്നില്ല. പി ജെയിംസ് സൂചിയുടെ ഈ കഥയെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചെയ്തു. കഥയല്ല, സംഭവമാണ്. യഥാർത്ഥത്തിൽ ഈ മ്യാൻമറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ 4 വർഷമായി 2021 പട്ടാളം അവിടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് SKN കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. മ്യാൻമറിൽ നിന്ന് കുറേ പേര് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ വല്ലാത്തൊരു അവസ്ഥയിലാണ് കാര്യം. അതിനിടയിലാണ് ഒരുപക്ഷെ മ്യാൻമറിലെ ഏറ്റവും ജനകീയ നേതാവായിട്ട് അറിയപ്പെടുന്ന നൊബേൽ സമാധാന സമ്മാന ജേതാവ് ഓങ് സാൻ സൂചി 2 വർഷമായിട്ട് പട്ടാളത്തിൻ്റെ തടങ്കലിലാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ കിം മാരീസ് തന്നെ നൽകിയ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പട്ടാളം 2 ദിവസം കഴിഞ്ഞ് പട്ടാളം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ്. പക്ഷെ അതേക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ വലിയ വിപ്ലവ നേതാവെന്ന പോലെ പട്ടാളത്തിനെതിരെ പൊരുതിയ നേതാവാണ് സൂചി. ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയിലാണ് അവരുടെ ഡിഗ്രി ഒക്കെ പഠിച്ചത്. വലിയ രീതിയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അവരുടെ മകൻ തന്നെ ആരോപണം ഉന്നയിച്ചിട്ട് പട്ടാളം അവർ ആരോഗ്യത്തോടെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങിയാണ്. ഓൾറെഡി അവിടെ സിവിലിയൻ സാധാരണക്കാരുമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു ആഭ്യന്തര കലാപം പട്ടാളവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാളം അടിച്ചൊതുക്കുകയാണ്. SKN ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, 1960കളിൽ ഈ സൂചിയുടെ പിതാവ് ഓങ് സാൻ അവിടുത്തെ സ്വാതന്ത്ര്യ സമര നായകനാണ്. ഒപ്പം തന്നെ അവിടുത്തെ പട്ടാളം ഇപ്പോൾ ഈ മകളെ തടങ്കലാക്കി വെച്ചിരിക്കുന്ന പട്ടാളത്തിന് രൂപം കൊടുത്തത് തന്നെ ഓങ് സാനാണ്. ആ ഓങ് സാന് 13 മന്ത്രിമാരുമായിട്ട് മന്ത്രിസഭാ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളം മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇരച്ചു കയറി ഓങ് സാനെ വെടിവെച്ച് കൊന്നത്. 13 മന്ത്രിമാരും കൊല്ലപ്പെട്ടു 60കളിൽ. അന്ന് കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിച്ചു SKN. അവിടെ നിന്ന് പോയി യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും ഇതായിട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ മലയാളത്തിൻ്റെ വളരെ അഭിമാനമായിട്ടുള്ള റോയിട്ടേഴ്സിനെ പ്രതിനിധീകരിച്ച ശിവറാമിൻ്റെ വാർത്തയാണ് ഈ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തോടെ ലോകമെമ്പാടും ആ ഒറ്റ വാർത്തയിലാണ് മ്യാൻമറിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകം അറിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.